ഇന്ന് ഞാൻ അടിപൊളി ഒരു അടപ്രഥമൻ പായസമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു 3/4 കപ്പ് അട വേവിച്ചാൽ വെച്ചിട്ടുണ്ട്. ഇത് വെന്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കണം, തമ്മിൽ ഒട്ടാതിരിക്കാൻ. ഇനി ഒരു 500 ഗ്രാം ശർക്കര മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി വരട്ടെ. ഇനി വേറെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ഇതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ. ഇനി നമുക്ക് മെൽറ്റാക്കി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച അട ഇതിലേക്ക് ഇട്ട് നല്ലൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് മിക്സായി കൊടുക്കാം. ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലിന് പകുതിയൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് മിക്സായി കൊടുക്കാം. പിന്നെ 2ാം പാലിൻ്റെ പകുതി വീണ്ടും അത് വറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2ാം പാൽ ഫുള്ളായിട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. 1/2 സ്പൂൺ ഏലക്കപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി. ഇതൊന്ന് മിക്സായി കൊടുക്കാം. നമുക്ക് 1ാം പാൽ മാറ്റി വെച്ചിരുന്നില്ലേ, അതിലേക്ക് ഒരു 1.5 കപ്പ് ഉണ്ട്. തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സായി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ.